മധ്യേഷ്യയിൽ യുദ്ധമുറുകുമ്പോൾ നമ്മൾ ഇനി കാണാനിരിക്കുന്നത് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ച പലതരം ആക്രമണങ്ങളുമായിരിക്കാം എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിനൂതനമായ ഒരുപക്ഷെ കേട്ടുകേൾവി പോലുമില്ലാത്ത ആക്രമണമാണ് ലെബനനിൽ ഇപ്പോൾ സംഭവിച്ചത്. പേജർ ആക്രമണം. പേജറും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച് 3000-ലധികം ആൾക്കാർക്ക് പരിക്കുപറ്റുകയും 60ഓളം ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാർ പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതിനൂതനമായ ചാരപ്രവൃത്തിയിലൂടെ ഇസ്രായേലിന്റെ മൊസാദാണ് ഇത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അവർ കുറച്ച് മാസങ്ങളായിട്ട് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തിന് മീതെയായിട്ട് ഇസ്രായേലും ഹിസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ട് പലസ്തീനിലെ ഗാസയിലും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഇറാന്റെ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്ര സംഘടന ഇസ്രായേലിനെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അടികൾക്ക് തിരിച്ചടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രത്യാക്രമണം ഹിസ്ബുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിസ്ബുള്ളയുടെ പല നേതാക്കന്മാർക്കും ഇതിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. പേജർ എന്ന് പറയുന്ന ആക്രമണം സംഭവിച്ചത് ഏതാണ്ട് അറ്റ് എ ടൈമാണ്. ഒരൊറ്റ ടൈമില് പലയിടത്തായിട്ട് 4000-ന് മേളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ലെബനനിലും മറ്റിടങ്ങളിലുമായിട്ട് ഉണ്ടായത്. ഇത് ഇസ്രായേൽ ഹിസ്ബുള്ളയെ തന്നെ ഉന്നം വെച്ചിട്ടുള്ള അവർക്ക് ഒരു താക്കീത് എന്ന നിലയിൽ നടത്തിയ ആക്രമണം തന്നെയാണ്. അതുകൊണ്ടാണ് മധ്യേഷ്യയിലെ ഒരു യുദ്ധത്തിന് കാഹളം ഒരുങ്ങിയതാണോ എന്ന് സംശയിക്കേണ്ടതായി പറയപ്പെടുന്നത്. എന്തായാലും ഇനിയുള്ള യുദ്ധം തീർച്ചയായിട്ടും നൂതന യുദ്ധമുറകളുടെ തന്നെ ആവാം. പേജർ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും കേട്ടുകേൾവിയില്ലാത്ത പോലെ പല ആയുധങ്ങളും ഉപയോഗിച്ച് പല നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിരിക്കുന്ന നൂതന വിദ്യകൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺമുമ്പിൽ പത്രവാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ ലോക ജനതയ്ക്ക് കാണേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് വരാൻ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ പലസ്തീനിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഗാസയിലൂടെ ഇറാനിലൂടെ എല്ലാം ഇങ്ങനെയുള്ള ഈച്ചകൾ പറന്നു നടന്നേക്കാം. ഡ്രോൺ ആവുന്ന ചിലപ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് വരും. കാരണം ഈ ആക്രമണങ്ങൾക്കും ഈ ഷെല്ലാക്രമണങ്ങൾക്കും എല്ലാം വിധേയരാകുന്നത് ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ഇസ്രായേൽ ജനതയും അതോടൊപ്പം തന്നെ പാവപ്പെട്ട പാലസ്തീനി ജനതകളുമാണ്. ഇന്നും ഗാസയിലെയും മറ്റു പല സ്ഥലങ്ങളിലെയും നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന പല ജനതകളും തെരുവിലാണ് കഴിയുന്നത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ടെന്റുകളിൽ തണുത്തുറഞ്ഞ മരുഭൂമിയിലെ അല്ലെങ്കിൽ പൊടിക്കാറ്റിലെ പാമ്പുകളെ പേടിച്ചുകൊണ്ട് റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് സ്കൂളുകളിൽ പോകാൻ സാധിക്കാതെ ജോലിയില്ലാതെ ലോകാരോഗ്യ സംഘടനകളെ കനിവ് തേടി ജീവിക്കുന്നവരാണ് ഗാസയിലെ പല തെരുവിലും. പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ഗാസ ഇന്ന് ലോകത്തിന്റെ ഒരു വേദനയായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് കാരണക്കാരായി പലരെയും പറയുന്നുണ്ട് ഹിസ്ബുൾ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന. പക്ഷേ ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന്, ഒരു ചെറു രാജ്യത്തിന്റെ സൈന്യത്തിന് ഇല്ലാത്തത്രയും അംഗബലമുള്ള ഒരു സംഘടന തന്നെയാണ് ഹിസ്ബുൾ എന്ന് പറയുന്നത്. ആ ഹിസ്ബുൾ സംഘടനയ്ക്ക് 100,000-ന് മേലിൽ സൈനിക ബലമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. എങ്കിൽ പോലും ഇസ്രായേലിന്റെ ഒരു ചാര സംഘടനയുടെ ബുദ്ധി, മൊസാദിന്റെ ബുദ്ധി ഇതിൽ അതുക്കും മേലെയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നതാണ് ഈ പേജർ ആക്രമണം. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളിനെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ആക്രമണമാണ് ലെബനനിൽ നടന്നത്. ഇതൊരു മധ്യേഷ്യയുടെ ഒരു യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് USA-യും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട്. അത് അവരെ തീർച്ചയായിട്ടും അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ, ഇതിനൊരു അറുതി ഉണ്ടാവട്ടെ. അതിനൂതന സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളും എല്ലാം നല്ലത് തന്നെ. എന്നാൽ ഒരിക്കലും അത് മനുഷ്യന്റെ നാശത്തിന് കാരണമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി.